ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ ദിവസവും നിങ്ങളോട് പറയും ഇന്നായിരുന്നു തിരക്ക് എന്ന് പറയും. പക്ഷേ ഇന്നായിരുന്നു ശരിക്കുള്ള തിരക്കിൻ്റെ ദിവസം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അവസാനം വീട് നോക്കിയപ്പോൾ പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയായി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിട്ടോ. അപ്പോൾ രാവിലെ ഇന്നലെ ആൻസൺ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ രാവിലെ നേരത്തോടെ പോകണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് പാച്ചുവിനൊരാഗ്രഹം, പാച്ചുവിനെ ഇന്ന് അപ്പ കൊണ്ടുവന്നാക്കിയാൽ മതിയെന്ന്. അപ്പോൾ പിന്നെ വല്ലപ്പോഴും പറ്റുന്ന കാര്യങ്ങളല്ലേ, എന്നാൽ പിന്നെ അതോടുകൂടി പോകാമെന്നുള്ള പ്ലാനായി ആൻസൺ കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2 ദിവസം അവധി കിട്ടുമ്പോൾ നമ്മൾ കുറേ സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അതാണ് നമ്മൾക്ക് വരുന്ന പ്രശ്നം. ഇന്ന് രാവിലെ പിന്നെ ഇന്നലെ രാത്രിയൊക്കെ ഇരുന്ന് പാക്ക് ചെയ്തതാണ് ഇത് കേട്ടോ. ഇത് മാതാവിൻ്റെ സ്റ്റാച്യൂസാണ്. കണ്ടമാനം ഓർഡേഴ്സ് വരുന്നുണ്ട് മാതാവിൻ്റെ സ്റ്റാച്യുവിന് കേട്ടോ. കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ആയാലും കൃപാസന അമ്മയുടെ ആയാലും ഇഷ്ടം പോലെ വരുന്നുണ്ട്. വിദേശത്തേക്കൊക്കെ കുറേ പേര് വീടുകളിലേക്ക്, അവരുടെ ബന്ധു വീടുകളിലേക്ക് അയച്ചിട്ട് അവരെ കൊണ്ട് അയപ്പിക്കേണ്ടത് നമ്മൾ നേരിട്ട് ചെയ്യണില്ല കേട്ടോ. സംഭവം ഇൻ്റർനാഷണൽ കൊറിയറിൻ്റെ ആൾക്കാരൊക്കെ നമ്മളെ സമീപിച്ചെങ്കിലും എന്തോ നമുക്കൊരു ധൈര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ചെയ്യണില്ല. നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിൽ നമ്മൾ ചെയ്തുതരാം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ ഒരു അഡ്രസ്സ് തന്നാൽ മതി. പിന്നീട് അവരെ കൊണ്ട് ഇപ്പോൾ നമ്മൾക്ക് ഒരു കൂട്ടർ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അവർ ഒരു കൊറിയർ ഓഫീസിൻ്റെ നമ്പർ തന്നു, നമ്മൾ നേരെ കൊറിയർ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. അവിടുന്ന് അവരായിട്ടുള്ള ഇതിലാണ് അവർ അയച്ചത് കേട്ടോ. അങ്ങനെ അതാണ് ആ ബോക്സുകൾ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നലെയും ഇനിയാന്നുമായിട്ട് കണ്ടമാനം പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. കാരണം ശനി ഞായറും ഇൻഡിപെൻഡൻസ് ഡേയും ഞായറാഴ്ചയും അങ്ങനെ 2 ദിവസം അവധിയല്ലായിരുന്നേ. അങ്ങനെ തോമു വന്നിട്ട് പറയാം, ചാക്കോ ഒന്ന് മുകളിൽ കരയുണ്ട്, അവനിന്ന് തണുത്ത വെള്ളം ഒഴിച്ചപ്പോൾ ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കണം കേട്ടോ. അപ്പോൾ തോമുവിന് തണുത്ത വെള്ളം ഒഴിച്ചപ്പോൾ തോമു ചാടി. അപ്പോൾ കുളിപ്പിച്ചപ്പോഴത്തെ വിശേഷങ്ങളാണ് ഈ പറയണതൊക്കെ കേട്ടോ. അപ്പോൾ ഡിംപിളും ഡിവൈനും ദീദിയും കൂടിയിട്ട് കിച്ചണിലുള്ള പണിയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ. നല്ല വലിയ പൂരി, അതായത് നമ്മൾ പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടില്ല, അതുപോലത്തെ വലിയ പൂരിയാണ് കേട്ടോ മൂപ്പരുണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഇവർ ദീദിന്ന് വിളിക്കും, എനിക്കൊന്നൊന്നും വിളിക്കാൻ കിട്ടണില്ല. അപ്പോൾ ഞാൻ എൻ്റെ സാധാരണ ഞാൻ ചെയ്യണ പോലെ തന്നെ മോളേന്ന് വിളിക്കും. അല്ലാണ്ട് എനിക്ക് പേര് വിളിക്കാൻ രുക്കിയാന്ന് വിളിച്ചിട്ട് രുക്കൂന്ന് വിളിക്കാൻ എനിക്കൊന്നും കിട്ടണില്ല. ഇവർ ദീദിന്ന് വിളിക്കുമ്പോൾ എനിക്ക് മാത്രമായിട്ടൊരു പേര് വിളിക്കേണ്ട. അപ്പോൾ എനിക്ക് അത് പറ്റണില്ല. പിന്നെ നമ്മൾ പേരിലൊന്നും അല്ലല്ലോ കാര്യം. ഞാൻ അധിക ഭാഗം തൊട്ടിട്ടും ആക്ഷൻ സോങ്ങൊക്കെയാണ് നമ്മൾ ഇപ്പോൾ സംസാരം അങ്ങനെയാണ്. ഓമയും ഭദ്രയും ആയിട്ടുള്ളൊരു സംസാരിക്കില്ലേ, അതുപോലെയാണ് ഞങ്ങളുടെ സംസാരം. അപ്പം ഞാൻ കുട്ടികളോട് പറയായിരുന്നു, നമ്മുടെ വിചാരം സ്നേഹത്തിന് ഭാഷയില്ല എന്ന്, പക്ഷേ ഭാഷയ്ക്ക് ഭാഷ തന്നെ അറിയണം എന്ന് പറഞ്ഞു ഞാൻ കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷേ നിവൃത്തിയില്ല. അപ്പോൾ അതിനൊരു സ്ഥാനം കണ്ടെത്തണം. പക്ഷേ നിങ്ങൾ രാത്രിയാകുമ്പോഴേക്കും ഈ സെറ്റപ്പിൽ നിന്ന് ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ നാളെ വേണം എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, കാരണം ഇന്നൊന്നിനും നേരം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ വരുമ്പോൾ ഇവർ 3 ആളും കിച്ചണിലുണ്ട്, പൂരിയും കാര്യങ്ങളുണ്ടാക്കണം. അപ്പോൾ ആദ്യം തോമുവിനെ വിടേണ്ടതുകൊണ്ട് ഡിവൈൻ ആദ്യം പോയി തോമുവിൻ്റെ കാര്യങ്ങൾ ചെയ്തു. അപ്പോഴേക്കും ചാക്കോ ഇവർ കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് വരിക കേട്ടോ. ഡിവൈൻ താഴെ വരുമ്പോഴും അപ്പയാണ് അവരെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി താഴേക്ക് ഇറക്കി കൊണ്ടുവരിക. അപ്പോൾ അവൻ അവിടെ നിന്ന് വിശേഷങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ആദ്യം ചോദിക്കുക, ചേച്ചി എവിടെ, എന്താ ചേച്ചി പോവാത്തേ? ഇതാണ് ഇവൻ്റെയും ചാക്കോൻ്റെയും പാച്ചുവിൻ്റെയും പണി കേട്ടോ. തോമുവിന് പിന്നെ എനിക്ക് തോന്നുന്നു അറിയാൻ തോന്നുന്നുണ്ട്, പറയുമ്പോൾ അവന് മനസ്സിലാവും. ഇവർ 2 പേരും ചോദിക്കും, അപ്പോൾ അതെന്താ പോവാത്തേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞാണ് അവിടെ നിന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരേണ്ടത്. അപ്പം കുളിപ്പിച്ചപ്പോൾ പച്ചവെള്ളം ഒഴിച്ചപ്പോൾ തണുത്തു. ഇപ്പം ചാക്കോന് ഇങ്ങനെ ഓരോ വിശേഷം പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നു. അവന് ഇറങ്ങി വരാൻ ആ സ്പീഡ് കൂടിയത് എന്തുകൊണ്ടാണെന്നറിയോ, കിച്ചണിൽ പൂരി ഉണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞപ്പോൾ ഓർഡറുണ്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പൂരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓടിപ്പോയിട്ട് പൂരി എടുത്തു. പക്ഷെ അവനൊരു സംശയം, നമ്മുടെ വീട്ടിലെ പൂരി ചതുരം കഷ്ണം ട്രയാങ്കിൾ ഷേപ്പിലല്ലേ പതിവ്, ഇത് പപ്പടത്തിൻ്റെ പോലെ ഉണ്ടല്ലോ. അപ്പോൾ എന്നോട് ചോദിക്കുക ഇത് പപ്പടമാണോ എന്ന്. ഞാൻ പറഞ്ഞു പപ്പടമല്ല, ഇതാണ് ശരിക്കും പൂരിയുടെ ഷേപ്പ്. കാരണം നമ്മൾ ചപ്പാത്തി 4 പൂരി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറ്. അപ്പോൾ കുട്ടിക്ക് മറ്റുള്ളവർക്കൊന്നും പ്രശ്നമില്ല, ഇവന് അത് ഭയങ്കര ആശയക്കുഴപ്പം വന്നു. അപ്പോൾ അവന് വീണ്ടും സംശയം, ഇത് പപ്പടമാണോ അത് പൂരിയാണോ എന്നുള്ളത്. പിന്നെ തിന്ന് നോക്കിയപ്പോൾ അവന് മനസ്സിലായി, മറ്റ് 2 പേരുടെയും പോലെയല്ല കേട്ടോ. ഇവനെ സംബന്ധിച്ച് ഇവൻ എന്ത് കൊടുത്താലും ഒന്ന് കടിച്ച് നോക്കും, ടേസ്റ്റ് ചെയ്തിട്ട് വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറയുള്ളൂ. മറ്റൊരു
പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലത് തിന്നും, തോമു എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെ പാച്ചുവിനെ ഇതേ കുളിപ്പിച്ച് റെഡിയാക്കണു. അപ്പയുടെ കൂടെ രണ്ടാളും കൂടി ഇതേ പോകണം. അപ്പോൾ ആദ്യം ചാക്കോ തോമുവിനെ ഇറക്കിയിട്ട് പിന്നെ ദേ ചാക്കോനെ ഇറക്കാനായിട്ട് പോണു. അതിൻ്റെ പിന്നാലെ ദേ ഇന്ന് ആൻസൻ്റെ കൂടെ പോണു പാച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ അവൻ്റെ ട്രൗസർ ചെറുതായപ്പോൾ ഡിമ്പിൾ പറയുക, കുറേ പേര് പറഞ്ഞു പൊക്കം വെച്ചു എന്ന്, പക്ഷേ ഇപ്പം ഡ്രസ്സ് ഇടുമ്പോഴാണ് മനസ്സിലാവണേ പൊക്കം വെച്ചു എന്നുള്ളതെന്ന്. അപ്പോൾ ഡിവൈൻ കയറിയിരിക്കുക. ഡിവൈൻ പറഞ്ഞു ഞാൻ അപ്പയുടെ കൂടെ പോവാണ് എന്ന് പറഞ്ഞ് കയറിയിരുന്നപ്പോൾ അവന് ഡിവൈൻ ആയതുകൊണ്ട് കുഴപ്പമില്ല, വലിയ പ്രശ്നമൊന്നും കാണിച്ചില്ല. അങ്ങനെ ഇതേ വലിയ ഗമയിൽ പോവാട്ടോ, ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അപ്പനോട് ഇഷ്ടമുള്ള പാട്ടൊക്കെ വെച്ച് ഇന്ന പാട്ട് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവൻ ചില്ല് ചെയ്ത് പോവാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അപ്പം ഇതുപോലെ കൊണ്ടുപോകുമ്പോൾ ടൗണിലൊക്കെ ഒന്ന് കറക്കിയിട്ടാണ് കൊണ്ടുവന്ന് ഇറക്കിയത്. ഇന്ന് പിന്നെ അതിനുള്ള നേരമില്ല, അപ്പോഴേക്ക് നേരത്തോടെ വീട്ടിലെത്തണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് നേരെ സ്കൂളിൽ കൊണ്ട് ഇറക്കാനാണ് പോണേട്ടോ. അപ്പോൾ അവൻ്റെ കൈമ വാച്ച് ഉണ്ട്, അത് ഒറിജിനൽ സംഭവമൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇവൻ പറഞ്ഞത് അക്കിയുടെ പോലത്തെ വാച്ച് എനിക്കുണ്ട്, ഇത് അക്കിയുടെ പോലത്തെ വാച്ചാണ്, ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വാങ്ങി തന്നതാണെന്നാണ് പറയണത്. അപ്പോൾ ഡിമ്പിൾ പറയേണ്ടത് അത് ലോക്കൽ വാച്ചാണ്, അക്കിയുടെ പോലത്തെ വാച്ചൊന്നും അല്ല എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കും കണ്ടപ്പോൾ തോന്നിയ ഇത് വില കൂടിയ വാച്ചാണ് ഈ കുട്ടിക്ക് കെട്ടിക്കൊടുക്കണേന്ന് തോന്നി. പക്ഷേ അല്ല, വെറുതെ സാധാരണ ഒരു വാച്ചാന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ രാവിലത്തെ ആ ഒരു ബഹളവും തിക്കും തിരക്കൊക്കെ കഴിഞ്ഞ് മൂന്നാളും പോയി. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ആൻസൺ ആദ്യമായിട്ടോ ഈ ഒരു ബഹളം കാണുന്നത്. കാരണം അങ്ങനെ കാണാറില്ല, മൂന്നാളും ഒന്നിച്ച് പോകുന്ന ആ ഒരു തിക്കും തിരക്കുണ്ട്. അപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സമയത്ത് ആരുടെയെങ്കിലും ഫോൺ വന്നു കഴിഞ്ഞാൽ ഇവരാരും എടുക്കില്ല, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വെക്കുക ചെയ്യാം കേട്ടോ. കാരണം അത്ര തിരക്കാവും. അപ്പോൾ ഇന്നലെ മറ്റേ പരിപാടി ഫങ്ഷനും കാര്യങ്ങളുള്ളതുകൊണ്ട് ഇവർക്ക് കിച്ചനൊന്നും അലങ്കരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒന്ന് രണ്ടാൾ ചോദിക്കുകയും ചെയ്തിട്ട് ഓണായിട്ട് എന്ത് പറ്റി ഒന്നും ഒരുക്കണില്ലേന്ന്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ, ഒന്നിനും നേരം കിട്ടണില്ല, അതാണ് മെയിൻ സംഭവം. അപ്പോൾ ഇന്ന് ഡിവൈൻ ഒരു ഷൂട്ടുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിവൈൻ. ഡിമ്പിളാണ് അത് എടുക്കാൻ മുൻകൈ എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇന്നും അതെ, എനിക്ക് ചില ദിവസം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എണീക്കുമ്പോൾ തന്നെ ഒരു ഉഷാറുണ്ടാവില്ല. അപ്പോൾ ഇന്ന് അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അവർ നാത്തൂനും കൂടിയിട്ട് ഇതേ അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണു. അപ്പോൾ ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനാണ് എടുത്തു കൊടുക്കുക കേട്ടോ, ഉഷാറായിട്ട് ഞാൻ എടുത്തു കൊടുക്കും. പക്ഷെ ഇപ്പോൾ എനിക്ക് കുറച്ചിങ്ങനെ എടുത്തു വരുമ്പോഴേക്കും കൈയൊക്കെ കഴിക്കും, മൊത്തത്തിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഡിമ്പിളുള്ളപ്പോൾ ഡിമ്പിൾ എടുത്തു കൊടുക്കും, അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ 10:30 ആകുമ്പോഴേക്കും അവരുടെ ഷൂട്ടും കാര്യങ്ങളും അവരുടെ വശത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം തുണികൾ വാഷ് ചെയ്യാൻ ഇട്ടിട്ടു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുമ്പോഴും അവിടെ ഒരു എന്താ പറയുക, ഒരു തപ്പിത്തടയിലാണ്. കാരണം നമ്മൾ സാധാരണ ചെയ്തിരുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2 ബാഗും ഒരു കോസടിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടായിട്ടോ അവിടെ. അപ്പം ഞാൻ ഈ രുക്കു എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെന്താ പറയണതെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കി ചെയ്യും, അല്ലാണ്ട് നമുക്ക് വേറെ ഭാഷയിലൊന്നും പറയാറില്ല. അപ്പോൾ ഇവർ തിരക്കായതുകൊണ്ട് തന്നെ ഞാനാണ് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ചെന്നിട്ട് ഇങ്ങനെ ചട്ടി എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അതിൽ മണ്ണിങ്ങനെ ഇട്ടിട്ട് കാണിച്ചു. അപ്പോൾ ആൾക്ക് മനസ്സിലായി. അപ്പം മണ്ണിട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അതങ്ങനെ വെച്ചേക്കാം. അപ്പം ഞാൻ ചട്ടി എടുത്ത് മുകളിലേക്ക് വെച്ചു. അപ്പോൾ ആളും മുകളിലേക്ക് വെച്ചു. അപ്പം ഞാൻ പറയായിരുന്നു, നമ്മളെന്താ പറയുക, നമ്മളെന്താണോ കാണിക്കുന്നത് അത് കാണിക്കാമെന്നേ അറിയുള്ളൂ, അല്ലാണ്ട് മനസ്സിലാവില്ല. പിന്നെ ഡിവൈൻ ഫ്രീ ആയിപ്പോൾ വന്നപ്പോൾ പിന്നെ ഡിവൈൻ മറ്റേ ജെമിനിയിൽ ചോദിച്ച് തർജ്ജമ ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കേട്ടോ. അങ്ങനെ മൂപ്പര് അത് ആ സൈഡൊക്കെ ബക്കറ്റിൽ അവിടെ ഉണ്ടായിരുന്ന സ്റ്റോർ ചെയ്ത് വെച്ച മണ്ണൊക്കെ ചട്ടികളിലേക്ക് ഇട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഒരേ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യണം, കാരണം എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് അത് പറ്റില്ലായിരുന്നു, അത്രയും മണ്ണുണ്ട് അത്രയും ചട്ടിയുണ്ട്. അപ്പോൾ എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു. അങ്ങനെ മൂപ്പര് എങ്ങനെയാണെന്ന് വെച്ചാൽ മൂപ്പർക്ക് അങ്ങനെ ചോറിനോട് വലിയ ഇഷ്ടമല്ല. അപ്പോൾ പൊന്നിയരിയുടെ ചോറാവുമ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ടായിരുന്നു. പച്ചരിയാണ് ആൾ കാണിച്ചു തന്നത്. അപ്പോൾ വിചാരിച്ചു പച്ചരി എങ്ങാനും എടുത്ത ആൾക്ക് വേണ്ടി വെക്കാം, ചപ്പാത്തി ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ദേ തോമു 11 മണിക്ക് വന്നപ്പോൾ തോമു വന്നപ്പോൾ ഞാൻ പറയാതാ കിച്ചണിലേക്ക് നോക്കടാ സർപ്രൈസ് എന്ന്. അപ്പോൾ അവന് അമ്മേനെ സാരി ഉടുത്ത് കണ്ടപ്പോൾ അവന് ഭയങ്കര കൗതുകം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഈ മറ്റേ എന്താ പറയുക തോരണവും കാര്യങ്ങളൊക്കെ കോർത്തപ്പോൾ ഇട്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷം. മെയിനായിട്ട് അവന് അമ്മേനെ സാരി ഉടുത്ത് ഇങ്ങനെ പൂവൊക്കെ വെച്ച് ജിമിക്കൊക്കെ ഇട്ട് കണ്ടപ്പോൾ അവന് തന്നെ ഭയങ്കര കൗതുകം. അവന് മാത്രമല്ല കേട്ടോ, നമുക്ക് കാണുമ്പോൾ അതെ വേറെ പോലെ തോന്നും. കാരണം എപ്പോഴും ഒരേപോലെ കണ്ടിട്ടും ഒന്ന് മാറി ഒരു സാരിയും പൂവും ജിമിക്കൊക്കെ ഇട്ട് നിൽക്കണ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. അതെപ്പോഴും സാരി ഉടുത്ത് പൂവും ഇതൊക്കെ ഇടുമ്പോൾ ഒരു അഴക് തന്നെയാണ് കേട്ടോ, എനിക്കിഷ്ടം അത്.
അപ്പം ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെയൊക്കെ നല്ല പ്രായത്തിൽ, അതായത് ഡോണൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എപ്പോഴും ഗുരുവായൂർ അമ്പലത്തിൽ പോകുമായിരുന്നു കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ പോകുക എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അമ്പലത്തിൽ തൊഴാനല്ല പോവുക. അതൊരു ശരിക്കും പറഞ്ഞ ഒരു തീർത്ഥാടന കേന്ദ്രമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ആ കിഴക്കേ നട തൊട്ട് ഈ കടകളും കാര്യങ്ങളും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഇപ്പോഴും. പിന്നെ ആനക്കോട്ട, പിന്നെ കുളം ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ അവിടെ പാർക്കുണ്ട്. അപ്പം ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ഡോണിനെയും കൊണ്ട് മിക്ക ഞായറാഴ്ച അവിടെയുള്ള സമയത്ത്, അധിക ഭാഗം തൃശ്ശൂർക്ക് വരും, വെള്ളിയാഴ്ച വന്ന് ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ പോവുക ചെയ്യുക. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉള്ള ഞായറാഴ്ച ഞങ്ങൾ ഗുരുവായൂർക്ക് കുട്ടിയെ കൊണ്ടുപോകും. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ നടയിൽ ഇറങ്ങണോട് കൂടിയിട്ട് അവിടെ തിയേറ്ററുണ്ട്. അവിടെ നിന്ന് സിനിമ കണ്ട് അവിടെ ഒരു കഞ്ഞിക്കടയുണ്ട്. അവിടെ നിന്ന് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് വരിക കേട്ടോ. അന്നും എനിക്കത് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും, ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ മുടി ഇങ്ങനെ മെടഞ്ഞിട്ടിട്ടാണ് പോവുക. അന്നൊക്കെ ഈ കുഞ്ചലം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ആ കുഞ്ചലമൊക്കെ ഇട്ട് കെട്ടിയതിന് ശേഷം അവിടെ ചെന്ന വഴിക്ക് ഡാഡി പൂവ് വാങ്ങിച്ചു തരും. എന്നിട്ട് അത് തലയിൽ വെച്ചിട്ടാണ് നടക്കുക കേട്ടോ. അത് അതിനൊരു പ്രത്യേക ഭംഗിയാണല്ലോ, നമ്മൾ പൂവ് വെച്ചിട്ട് ഒരുങ്ങി നിൽക്കണതിനൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഡിമ്പിളിനും അതെ, ഞാൻ ഒരു പരിധി വരെ എന്തെങ്കിലും ഫങ്ഷൻ ഇതുപോലെ ഉണ്ടെങ്കിൽ ഞാൻ മുടി, അത് എല്ലാവരും പറയും വിദ്യാബാലൻ്റെ ബോഡി ഷേപ്പാണ്. അതായത് ഷോൾഡർ ഭയങ്കര വീതിയാണ് ഡിമ്പിളിന്. അപ്പോൾ മുടിയും ഇങ്ങനെ നീണ്ടു വരുമ്പോൾ ആ ഒരു സ്റ്റൈലിൽ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇടച്ച്, ഒരു കാലത്ത് ഫുള്ള് ഫോട്ടോസ് നോക്കിയറിയാം അങ്ങനെയാണ്. അപ്പോൾ മുടിപ്പൂവ്, പലതരം മുടിപ്പൂവ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ അവളുടെ കയ്യിലുണ്ടെങ്കിൽ പോലും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ മുടി ഇങ്ങനെ നീട്ടി മെടഞ്ഞ് മുടിപ്പൂവ് വെച്ച് മുകളിൽ പൂവും വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒതുക്കലാന്ന് ഡിവൈൻ മോളിൽ അവിടുത്തെ പാക്കിങ്ങും കാര്യങ്ങളും, ഡിമ്പിൾ ഇവിടെ താഴെ. അവിടെ മുകളിൽ സൗകര്യം ഉള്ളതുകൊണ്ട് അവിടെ മറ്റേ അലമാരിയുടെ മുകൾ ഭാഗം ഉള്ളതുകൊണ്ട്, കൗണ്ടർ ടോപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഡിവൈനും അവിടെ പാക്ക് ചെയ്യാനായിട്ട് ഒരു പരിധി വരെ അവിടെ ചെയ്യാം. പിന്നെ പറ്റാത്തത് മാത്രമാണ് താഴേക്ക് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സെറ്റായിട്ട്, അപ്പോൾ ഓർണമെൻറ്റ്സ് ഒരു ബോക്സ് ഞാൻ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അത്. പക്ഷേ ഇന്നലെ ഈ യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ ഔട്ടിങ്ങിനൊക്കെ പോയി വന്നതോട് കൂടിയിട്ട് പിന്നെ ആൻസിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊന്നും നിന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഇരട്ടി പണിയായി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ കിച്ചണിലേക്കേ വരണ്ട, ഞാൻ ചെയ്തോളാം. അങ്ങനെ അവർ ഷൂട്ടും കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ അപ്പോൾ നല്ല പായസമായിരുന്നു കേട്ടോ, ബെസ്റ്റ് പായസം. നല്ല പാലട പ്രഥമൻ്റെ പായസമാണ്, പക്ഷേ ഹോർലിക്സ് ഇട്ടിട്ട് സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. മിക്കവാറും ഡിവൈൻ വീഡിയോ ഇടാണ്ടിരിക്കില്ല, അപ്പോൾ വീഡിയോയിൽ കാണാം. അപ്പം നിങ്ങളതിൽ വലിയ കുപ്പി വാങ്ങിക്കണമെന്നില്ല, 10 രൂപയുടെ സാഷേ ഉണ്ടല്ലോ, അത് വാങ്ങിച്ചാലും മതി കേട്ടോ. കാരണം ഒരു പായസത്തിന് വേണ്ടിയിട്ട് ഹോർലിക്സ് ഒരു ബോട്ടിൽ അത്രയും വില കൊടുത്ത് വാങ്ങിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. 10 രൂപയുടെ സാഷി ഉണ്ടായാൽ 1 2 സാഷി ഉണ്ടായാൽ അത് മതി. നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റേ ഷെഫ് പിള്ളയുടെ റെസിപ്പിയാണ്. അങ്ങനെ നമ്മുടെ രുക്കൊന്ന് ചെടി നടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മൂപ്പര് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ കുളിക്കാൻ പോവാമെന്ന്. അപ്പോൾ ഞാനും വിചാരിച്ചു നമ്മുടെ ഒരു രീതിയിലേക്കായി തുടങ്ങി. അതിന് ആൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ പാക്കിങ്ങിൻ്റെയും ഇതെനിക്ക് തോന്നുന്നു രണ്ടാമത് റിപ്പീറ്റ് വന്നു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സോറി, കാരണം ഈ എഡിറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഓരോ അബദ്ധങ്ങളാണ്. ഞാൻ ഈ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ള തരം ഷർട്ടുകളും മറ്റേ സെറ്റ് മുണ്ടും അതിൻ്റെ കളർ തന്നെ ഷർട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇത് ശരിക്കും റിപ്പീറ്റ് വന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, സോറി. എനിക്ക് തോന്നുന്നു ഒരു വട്ടം ഡിമ്പിളും ചില സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഫോൺ വെച്ച് കൊടുത്തിട്ട് ഞാൻ വേറെ വല്ല പണിക്ക് പോകുമ്പോൾ ജോലി അപ്പുറത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ ഞാൻ ഡിമ്പിളുടെ കയ്യിൽ കൊടുത്തിട്ട് പോകും. അപ്പോൾ രണ്ടാമത് എടുത്തതാന്ന് തോന്നുന്നുണ്ട്. ഇത് അതുപോലെ ഒരു ഫാമിലിക്ക് വേണ്ടി എടുത്തതാണ് കേട്ടോ, വാങ്ങിയതാണ് കേട്ടോ. അവർക്ക് അവിടെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല വെയിറ്റുള്ള പറയാണ്, നല്ല വെയിറ്റ് ഉണ്ട് പറയും. പിന്നെ മറ്റേ ഉരുളി, കുഞ്ഞി ഉരുളി. അപ്പോൾ നമ്മളുടെ ഇവിടെ കാണും. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ പറയായിരുന്നു, അയ്യോ നമ്മുടെ വീട്ടിലുണ്ടല്ലോ എന്ന്. ഇവിടെ ഈ പറഞ്ഞ പോലെ നിറച്ച് കുതിക്കുരു ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം എല്ലാവരും പറയും ഉരുളിയിൽ അങ്ങനെ ഇടുന്നതൊക്കെ ഹിന്ദുസിൻ്റെ വീട്ടിലാന്ന്. പക്ഷേ ഒരിക്കലും അല്ല, അത് അങ്ങനെ ഒരു പ്രത്യേകതയൊന്നും ഉരുളിക്കും മൊന്തയ്ക്കൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന കുട്ടി കുട്ടി സാധനങ്ങൾ അത്രയേ ഉള്ളൂ. ഈ മൊന്തയൊക്കെ നമ്മൾ പണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ഒരു ദിൽചേട്ടനും ശശിയേട്ടനൊക്കെ ഉണ്ടായിരുന്നു, ജഡ്ജിയായിരുന്നു. ദിൽചേട്ടൻ ഇപ്പോഴും ഉണ്ട്, കോണ്ടാക്റ്റിലുണ്ട്. അവരുടെ വീട്ടിലൊരു മൊന്ത പുറത്തുണ്ടാവും. ഒരു കയറിനോട് കൂടി ആ മൊന്തയിൽ നിന്ന് കാലുമ്മ വെള്ളമൊഴിച്ച് കാലുമ്മ ഒന്ന് കഴുകിയിട്ടാണ് കയറുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ്. അല്ലാണ്ട് ഇത് ഹിന്ദുസിൻ്റെ ആണ്, അല്ലാണ്ട് ഇന്നതൊന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനത്തെ ഉരുളി ഇവിടെ ഉണ്ട്, ഞാൻ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ എവിടെയോ കാണും, അതിൻ്റെ ഉള്ളിൽ നിറച്ച് കോയിൻ ഇട്ടിട്ട്
വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം കുന്നിക്കുരു ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് കോയിൻ ഇട്ടത് കേട്ടോ. അപ്പം ഞാൻ പറയാറില്ല, ഞങ്ങൾ എപ്പോഴും ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നു, അപ്പോൾ അവിടെ കാണും എപ്പോഴും ഈ കുന്നിക്കുരു, മയിൽപ്പീലി അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പം ഞാനന്ന് ഇന്ന ജാതിയും ഇതൊന്നൊന്നുമില്ല, ഞാൻ എല്ലാതും വാങ്ങി വീട്ടിൽ വയ്ക്കുമായിരുന്നു. പിന്നീട് ഇങ്ങനെ ഓരോരുത്തർ വീട്ടിൽ വരെയും പോവുകയും ചെയ്യും, അയ്യോ ഇതിങ്ങനെ പാടില്ല, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വരും, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അതിൽ നിന്ന് അങ്ങനെ മാറ്റിയതിട്ടാ. കാരണം എന്നെ സംബന്ധിച്ച് ഞാനങ്ങനെ എന്താ പറയുക, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നില്ല. പ്രത്യേകിച്ച് ഡിംപിള് മറ്റേ എന്താ പറയുക, ക്ലാസിക്കൽ ഡാൻസറും കൂടി ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും പിന്നെ അവൾ പഠിച്ചിരുന്നത് സംസ്കൃതമാണ്. അപ്പോൾ എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മളധിക ഭാഗം ഉണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോഴും കുറേ പേര് എന്നോട് പറയും, നിങ്ങളുടെ വീട്ടിൽ നടരാജൻ്റെ വിഗ്രഹം ഉണ്ട്, അതെടുത്ത് കളയണം, ക്രിസ്ത്യൻസിൻ്റെ വീട്ടിൽ അത് പാടില്ല, അതുപോലെ ലാഫിംഗ് ബുദ്ധയുടെ ഫോട്ടോ ഒക്കെ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പറയുക എന്താ വെച്ചാൽ അതൊക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. അതുപോലെ നടരാജ വിഗ്രഹം ഫസ്റ്റ് അരങ്ങേറ്റത്തിൻ്റെ അന്ന് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ സ്കൂള് കുറേ ഉണ്ട്, ഇവിടെ കുറേ വിഗ്രഹങ്ങൾ ഇരിക്കുന്നുണ്ട് നടരാജൻ്റെ. അപ്പോൾ നമ്മളതൊക്കെ എന്താ പറയുക, അങ്ങനെ ആ രീതിയിലാണ് കണക്ക് കൂട്ടണം, അല്ലാണ്ട് അതിനെ ആരാധിക്കുക അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ ഞാൻ 1-2 കുട്ടികൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചപ്പോൾ അവരോട് ഞാൻ തിരിച്ച് പറഞ്ഞു, ഇതല്ല ഇനിയും കുറേ ഉണ്ട്, കബേർഡിൽ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളതെടുത്ത് എറിയുക എന്ന് പറയുന്നത് അത് നിന്ദിക്കുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാണ്ടിരിക്കുക എന്ന് പറയില്ലേ, നമ്മുടെ കാരണന്മാർ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതിനെ വന്നിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട, അത് അവിടെ ഇരുന്നോട്ടെ, പക്ഷെ നിന്ദിക്കരുത്, എടുത്ത് എറിയുക കളയുക ഒന്നും ചെയ്യരുത് എന്ന് പറയും. അപ്പം ഞാൻ അതൊക്കെ തന്നെയാണ് എൻ്റെ കുട്ടികളോടും പറയുക കേട്ടോ. അങ്ങനെ എനിക്ക് ഇന്ന് കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്ത് ഒരു ഫാമിലിക്ക് എത്തിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പാക്ക് ചെയ്ത് അവിടെ മാറ്റി വെച്ചു. അങ്ങനെ കണ്ടില്ലേ, ഇഷ്ടം പോലെ സാധനങ്ങൾ. 2 മണിക്ക് മുമ്പ് ഇത് തീർക്കണം, പക്ഷേ എനിക്ക് തോന്നിയില്ല 2 മണിക്ക് മുമ്പ് തീരുന്ന. 3 ആളും 3 നിന്ന് പാക്കിങ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കറി വെക്കാൻ പോയില്ല. അപ്പോൾ ഞാൻ ചെയ്തത് ഇന്ന് പരിപ്പും തക്കാളി. അപ്പോൾ ഇവർ പറഞ്ഞു പരിപ്പ് മുളക് വെച്ച് മീൻ വറുത്താൽ മതി മമ്മി, എളുപ്പപ്പണിയായി എന്ന് പറഞ്ഞു. അപ്പോൾ രുക്കോയെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയണത് എന്തും അരിഞ്ഞ് വെച്ച് തരും കേട്ടോ. അപ്പോൾ ഇവിടെ തോമുവിൻ്റെ മുടി വെട്ടിയിട്ട് വന്നതാണ്, സ്റ്റൈലൊന്നും മാറ്റി കൊണ്ടുവന്നതാണ് കേട്ടോ. കൊള്ളാം, വൃത്തികേടൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു ഒരു എന്താ പറയുക, മറ്റേ CRPക്കാരൻ്റെ മറ്റേ പോലീസുകാരൻ്റെ കുറിച്ച് ആയിട്ടെന്ന് പറഞ്ഞു ഞാൻ കേട്ടോ. അങ്ങനെ ഞാൻ പരിപ്പ് മുളക് കാച്ചാൻ മുട്ട മീൻ വറക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ കഷ്ണങ്ങളൊക്കെ എനിക്ക് അരിഞ്ഞ് തരണ്ട. അപ്പോൾ ഒത്തിരി ഒരു സബോളയും ഒരു തക്കാളിയും മാത്രം ഉണ്ടായാൽ മതി. സബോള വേണ്ട, ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു പീസേ വേണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഈ പരിപ്പ് മുളക് കാച്ചനേക്കാളും നല്ലത് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പരിപ്പും തക്കാളിയും കൂടിയിട്ട് വെച്ചു കേട്ടോ. കുറച്ച് പിഴിയല്ല, എൻ്റെ അറിയാലോ നിങ്ങൾക്ക്, എൻ്റെ കയ്യിലുണ്ട് പുളിയുടെ പേസ്റ്റ്. അതിൽ നിന്നൊരു തുണ്ട്, ഒരു പേരിനിടുന്നുണ്ട്, കാരണം തക്കാളി ഉണ്ടല്ലോ ഓൾറെഡി. പിന്നെ അങ്ങനെ വലിയ പുളിയൊന്നും ആ കറിക്ക് നല്ലതല്ല. അപ്പം ഞാൻ പരിപ്പും തക്കാളിയും ഒരു പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് അടിച്ച് അതിൽ നാളികേരം ശരിക്കും അരച്ച് ചേർക്കും, ചിലർ പാലൊഴിക്കും. അപ്പം ഞാൻ ഇത് രണ്ടിനും നിന്നില്ല, കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഞാൻ സ്ഥിരം ഇങ്ങനത്തേന് ഉപയോഗിക്കുക. കാരണം വളരെ കുറച്ചിന് വേണ്ടിയിട്ട് ഒരു നാളികേരം ചിരകി അത് പിഴിയുക, അത് ഇരട്ടി ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാം. അങ്ങനെ ഡാഡി ഇങ്ങനെ എന്താ പറയുക, ഓട്ടം കൊണ്ട് ഓട്ടമാണ്. കാരണം ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകാനും കുട്ടികളെ കൊണ്ടുവരലും എല്ലാം കൊണ്ട് ഡാഡി ഓട്ടം. അപ്പം ഞാൻ കുട്ടികളോടും പറഞ്ഞു തുടങ്ങി, ഡാഡി കുറേ ആയി ഓടണു, ഇനിയിപ്പോൾ നിങ്ങൾ 2 വീലർ പഠിക്കണം, 2 വീലറിൽ പോകണം എന്നൊക്കെ പറയുമ്പോൾ അവർ ഇതുവരെ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു വലിയ വൈകാണ്ട് അവരതിന് ശ്രമിക്കും തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ ഇത് കഴിഞ്ഞ് ചവിട്ടി കഴുകിയിട്ടുണ്ടായിരുന്നു രുക്കു. അപ്പോൾ അത് ഞാൻ അതുമെന്നെടുത്ത് താഴ്ത്തിട്ടു. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ചെയ്യും, അല്ലെങ്കിൽ അറിയില്ല. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോന്നും പറയുമ്പോൾ ചില സമയത്ത് നമ്മൾ വിചാരിക്കുക പറയണ നേരം കൊണ്ട് നമുക്ക് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചില കാര്യങ്ങൾ ഞാൻ അങ്ങനെ ചെയ്യും കേട്ടോ. പക്ഷേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു മടിയുള്ള കൂട്ടത്തിലായിട്ട് എനിക്ക് തോന്നിയില്ല. നല്ല എന്താ പറയുക, പെട്ടെന്ന് ചെയ്യുക. നമ്മളിങ്ങനെ നോക്കി കാണുമ്പോഴേക്കും പരിപാടി കഴിയും. പുല്ല് പറിച്ചിങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും അത് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ്. അങ്ങനെ ഇതൊക്കെ ഇന്ന് ഉച്ചതിരിഞ്ഞ് ഒരു കൊറിയർ അയക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളാണ് കേട്ടോ, ഒരു ബോക്സിലേക്ക് ഉള്ള സാധനങ്ങളാണ്. അതെനിക്ക് തോന്നുന്നു ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് വൈറ്റ് ഗോൾഡിൻ്റെ പലതരം ബ്രേസ്ലെറ്റ്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, ഒരു ആങ്ങളെയും പെങ്ങളും അവരുടെ ഫാമിലി, അവർ പുറത്താണ്, അവർ ഫാമിലിക്ക് വേണ്ടി ഓരോരുത്തർക്കും 2 പേരും കൂടിയിട്ട് പാക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ 2-3 പാക്കാന്ന് തോന്നുന്നുണ്ട്. അതായത് ആ കുട്ടിയുടെ അപ്പനും അമ്മയ്ക്കും ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കും ഈ മോൻ്റെ ഭാര്യ വീട്ടുകാർക്കും അങ്ങനെ പറയാം. അങ്ങനെ 3 പാക്കാണ് പറഞ്ഞത് കേട്ടോ.
അപ്പോൾ എനിക്കതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. കാരണം പലതരം പാക്കിങ്ങാണ്. മക്കൾക്ക്, പെങ്ങളുടെ മക്കൾക്ക്, അങ്ങനെ കുറേ തരം, ആങ്ങളയ്ക്ക്, പള്ളിയിലച്ഛന്, ഞാൻ പറഞ്ഞില്ലേ പക്ഷേ എനിക്ക് തോന്നുന്നു ഓണായിട്ട് പള്ളിയിലച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കൊന്നും ആരും ഒന്നും പറയണ കണ്ടില്ല കേട്ടോ. ഒന്നും ഞാൻ പാക്ക് ചെയ്യണതായിട്ട് കേട്ടില്ല. അങ്ങനെ ഇതൊക്കെ നിങ്ങൾ ഞാൻ സ്റ്റാറ്റസ് ഇട്ടും പിന്നെ ഇന്നലത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ പാക്ക് ചെയ്യാനായിട്ട് ഓരോന്നോരോന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള മാലകളാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. അധികം വിലയില്ല കേട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തെന്നാ പറയുക, കുറച്ച് ദിവസങ്ങളും കൂടി ഉള്ളു. ആ ഉള്ള ദിവസവും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു, ഞാൻ പറഞ്ഞു ഒരു വന്ന ദിവസം ശരിയായില്ല സമയം എന്ന്. കാരണം നമ്മളൊപ്പം നിന്ന് പറഞ്ഞു കൊടുത്താലേ ആൾക്ക് മനസ്സിലാവുള്ളൂ. ഇവർക്ക് ആർക്കും നേരമില്ല, എനിക്കും നേരമില്ല, ഡാഡിക്ക് ആ ശേഷം നേരമില്ല. പിന്നെയും ഹിന്ദിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യിക്കണത് ഡോണാട്ടോ. ജീവിതത്തിൽ പലരും കടന്നു പോകും. ചിലർ ഓർമ്മകളായി മാറും. പക്ഷേ ഹൃദയത്തിൽ ഇടം നേടിയ ഒരാൾ എത്ര അകലെയായാലും മനസ്സിലെന്നും അടുത്ത് തന്നെ ആയിരിക്കും. ഇതിനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് എത്ര എന്താ പറയുക, നമുക്ക് ഏറ്റവും അടുപ്പുള്ള ആൾ എത്ര ദൂരത്തായാലും വേണ്ട 2 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളോടൊരു ഹലോ പറഞ്ഞാലും നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സ്നേഹം അവിടെ ഉണ്ടാവും. ഇന്ന് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടോ. നമ്മളങ്ങനെ സ്ഥിരം സംസാരിക്കുക ഒന്നും ചെയ്യുന്ന ഒരു മോളല്ല. പക്ഷേ എന്താ പറയുക, ഒരു കാര്യം അറിയുമ്പോൾ നമ്മളെ വിളിച്ച് ചോദിക്കുമ്പോൾ അത് പറയുമ്പോൾ നമ്മളെന്താ പറയുക, നമുക്ക് ഇത്ര വർഷം കഴിഞ്ഞിട്ടായാലും നമ്മൾ ആ ചിലരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഇന്നലെ കണ്ട് സംസാരിച്ച പോലെ നമുക്ക് തോന്നാം. അത് ഭയങ്കര ശരിയാട്ടോ. അങ്ങനെ ഞാൻ നമ്മളുടെ മണ്ണൊക്കെ എടുത്ത് കളഞ്ഞ ബേസിൻ കഴുകി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പിള്ളേരിത് കാണാൻ കാത്തുക്കായിരുന്നു. ഇവരെ ഇറങ്ങി കണ്ടത് ഇതാ. 3 ആളും, ഞാൻ ഈ വശത്തുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഡിമ്പിൾ വീഡിയോ എടുത്തതാണ്. ഞാൻ ഈ സമയത്ത് എനിക്ക് തോന്നുന്നു പരിയപ്പുറത്ത് രുക്കുവിനോട് ചായ വെക്കാൻ തോന്നുന്നുണ്ട് ചെയ്തത്. അപ്പോൾ ഇവർ നോക്കിയ നല്ല കൗതുകമുള്ള കാഴ്ചയായിരുന്നു കേട്ടോ. 3 ആളും കൂടിയിട്ട്. പഴയ ബേസിനാണ്, എന്നാലും വലിയ ദോഷമുണ്ടായിരുന്നു. ഈ ചുവപ്പ് ബേസിൻ നമ്മുടെ തോമൂനെ കുളിപ്പിക്കുക. ആ തോമൂനെയാണാവോ പാച്ചൂനെയാണാവോ, എനിക്കത് ഓർമ്മ കിട്ടണില്ല. പാച്ചൂനെയാണെന്ന് തോന്നുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിച്ച ബേസിനാണെന്ന് തോന്നുന്നുണ്ട്. അതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഡോണിനെ കുളിപ്പിച്ച ബേസിൻ 40 വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇതിനൊന്നും അങ്ങനെ ഈടില്ല കേട്ടോ. ഇതൊക്കെ തുടക്കത്തിലേ ഒന്ന് ചിന്നിയുണ്ടായിരുന്നു. ഇന്ന് ശരിക്കും പൊട്ടി. അപ്പോൾ എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം. നല്ല പുതിയതുപോലെ ഇരിക്കുന്നുണ്ട്. കാരണം ആ 40 വർഷത്തിൻ്റെ പഴക്കം ഇതിനില്ലല്ലോ. അങ്ങനെ എന്താ പറയുക, അത് കഴിഞ്ഞപ്പോൾ അവർ ഇവിടെ ജീപ്പിൽ ഓടിത്തുടങ്ങി. അപ്പം ഞാൻ പറയായിരുന്നു, പുല്ല് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. പുല്ല് മുറ്റത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണാവോ, കുട്ടികളൊക്കെ ഉള്ള വീടല്ലേ. അപ്പം ഞങ്ങൾക്കും ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങളും കുട്ടികളെ അധികം പുറത്തേക്ക് ഇറക്കാറില്ല, നിങ്ങൾക്ക് കണ്ടറിയാം. പക്ഷേ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ക്ലീനായി. ഒരു സംഭവം എന്തെങ്കിലും അവിടെ ഉണ്ടായാൽ നമുക്ക് കാണാവുന്ന പോലെയാണ്. പക്ഷേ ദോഷം ഇതാണ്, അതിന് എന്തോ കംപ്ലൈൻറ്റ് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ചാർജറിന്. അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഉള്ള ശക്തിയൊക്കെ എടുത്ത് ഉന്തുകയാണ്. അപ്പം ഞാൻ പറയായിരുന്നു, ഉന്തുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല. വൈകുന്നേരം ആകുമ്പോൾ മേലുവേദന ഉണ്ടാവും. അതുപോലെ 2 ആളെയൊക്കെ വെച്ച് ഉന്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇവർ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തുന്ന ആൾക്കാരാണ് കേട്ടോ, ഒരാളല്ല. പക്ഷെ അവർ കളിക്കണതല്ലേ, കളിക്കുമ്പോൾ അതിൻ്റെ ഒന്നും അറിയില്ല. അങ്ങനെ അവരുടെ കളിയും കഴിഞ്ഞ് കയറിനോട് കൂടിയിട്ട് സന്ധ്യയായി. അപ്പോൾ നല്ല കൊതു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും കുട്ടികൾ പുറത്തായാലും എങ്ങനെ വന്നാലും ഞാൻ 3 കൊതുക് തിരി കത്തിക്കും. ഒന്ന് മുമ്പിൽ ഉമ്മർത്ത് കത്തിക്കും, ഒന്ന് പരിയപ്പുറത്ത് പട്ടികളുടെ അവിടെ കത്തിക്കും, ഒന്ന് നമ്മുടെ അകത്തും കത്തിക്കും, പിന്നെ ഓൾ ഔട്ട് ഇടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പട്ടിക്ക് എന്തിനാ ഇതെന്ന്. പട്ടിക്ക് കൊതു കടിക്കാണ്ടിരിക്കാനല്ല, ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുമ്പോൾ ഈ കൊതു മൊത്തം വന്ന് എന്നെ പൊതിയും. അപ്പോൾ അവർക്കും ഒരു സമാധാനം, എനിക്കും ഒരു സമാധാനം. പക്ഷെ ഞാൻ ഭക്ഷണം കൊടുത്ത് പോരിനോട് കൂടിയിട്ട് ഞാനത് കെടുത്തിയിട്ടാണ് പോരാ കേട്ടോ, കാരണം കൊതു ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ അകത്ത് കയറിയപ്പോൾ ഇവിടെ രാത്രിയിലത്തെ ചപ്പാത്തിയുടെ പണിയാണ്. അപ്പോൾ ബീഫ് കറി ഞാൻ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ പണികൾ നോക്കിക്കോ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ബീഫ് കറി ഞാനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് എന്തായാലും പിന്നെ ഒരു സാലഡ് ഉണ്ടാക്കി. ഞാൻ 2 ദിവസം മുമ്പ് ഒരു സാലഡ് ഉണ്ടാക്കിയില്ലേ, സൂപ്പർ കേട്ടോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇവിടെ ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇന്നലെ അക്കിക്ക് പോൾസം പേപ്പർ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് കുറേ പേര് ഉണ്ടാക്കിയത് പറഞ്ഞു കേട്ടോ. ഇത് കണ്ടോരും പിന്നെ എന്താ പറയുക നമ്മൾ അറിയണവരൊക്കെ പറഞ്ഞു ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്. നമ്മൾ സാധാരണ സാലഡ് ഉണ്ടാക്കണ പോലെ ആക്കിയിട്ട് അതിൽ കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ടു, പിന്നെ വെളിച്ചെണ്ണ ചൂടാക്കി ഒഴിച്ചു. ഇത് രണ്ടുമാണ് ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായത് കേട്ടോ. പിന്നെ വിനാഗിരിക്ക് പകരം കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കണു, അത്രയാണ്. അങ്ങനെ രുക്കുതേ പണി കഴിഞ്ഞാൽ അങ്ങനെ കസേരയും ഇരിക്കും, കുറച്ച് നേരം ഫോൺ ചെയ്യും, പിന്നെ വീണ്ടും എന്തെങ്കിലും പറയുമ്പോൾ ചെയ്യും. നമ്മൾ സംസാരിക്കണില്ലല്ലോ.
അങ്ങനെ അപ്പോൾ ഞാൻ വളരെ കുറച്ച് കഞ്ഞി എടുത്തിട്ട് നമ്മുടെ പരിപ്പും തക്കാളിയും കുറച്ചൊഴിച്ചു, സാലഡും വെച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞാനത് കുടിച്ചത് കേട്ടോ. അപ്പോൾ അതേ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അപ്പോൾ ആൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ഥലങ്ങളൊന്നും അറിയാറായിട്ടൊന്നുമില്ല. ആളങ്ങനെ പാത്രം കഴുകി അവിടെ വയ്ക്കും. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരാൾ ഒന്ന് അവിടെ വെച്ചാൽ മതി. അപ്പോൾ ഡിമ്പിൾ ആ സമയം കൊണ്ട് നമ്മുടെ നാളേക്കുള്ള പുട്ടിനുള്ള കടലക്കറി റെഡിയാക്കണം. രുക്കുവിന് പുട്ടിൻ്റെ പരിപാടി അറിയുമോ എന്നുള്ളത് അറിയില്ല, നാളെ രാവിലെ അറിയാം. കാരണം ബംഗാളിൽ പുട്ടുണ്ടോയെന്ന് നമുക്കറിയില്ലല്ലോ, നമുക്ക് ചോദിച്ചറിയാനും പറ്റണില്ലല്ലോ. അവിടെ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊന്നും ചോദിച്ചറിയാൻ പറ്റണില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രീ ആയി കഴിയുമ്പോൾ ഈ ബഹളം കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഡിവൈൻ കുത്തിയിരുന്ന് ഓരോന്ന് ചോദിക്കും, അതിൻ്റെ ഉത്തരവും കിട്ടും കേട്ടോ. ഇന്നലെ കുറേ പറ്റി, പക്ഷേ ഇന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് ഒരാളെയും ഒന്നും പറയാൻ പറ്റാ, അതുപോലെ തിരക്കായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പരിയപ്പുറം ഞാൻ ഒരുവിധം ഒതുക്കുന്നുണ്ടെന്ന്. പക്ഷേ ഇതുകൊണ്ടൊന്നും ആയില്ല. നാളെ വേണം കംപ്ലീറ്റ് ഈ ഒരു പോർഷൻ എടുക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഓരോ ദിവസവും ഓരോ ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്നൊപ്പം നിൽക്കണം, എന്നാലേ ആ കുട്ടിക്ക് അറിയുള്ളൂ. അല്ലെങ്കിൽ അറിയണില്ല, നമ്മൾ പറയുമ്പോൾ ഒന്നും മനസ്സിലാവണില്ല. അപ്പം ഞാൻ വിചാരിച്ചു നാളെ ഇവർക്ക് 2 പേർക്കും പർച്ചേസിങ്ങിന് പോകേണ്ട കാര്യമുണ്ട്. 3 ആളും സ്കൂളിലും പോവും, ഡാഡിയും പോവും. അപ്പോൾ ഞാനും ഈ കുട്ടിയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ ഒന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. കാരണം മാറാമ്പലൊക്കെ ഉണ്ട് നന്നായിട്ട്. പുറം പണിയാണ് എപ്പോഴും ഇവരെ കൊണ്ട് ചെയ്യിക്കാൻ നല്ലത്. പിന്നെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് തന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൂട്ടി വയ്ക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ എന്താ പറയുക, ഇന്നത്തെ ഒരു തിരക്കുള്ള ദിവസം എന്ന് പറഞ്ഞാൽ അതുപോലെ തിരക്കായിരുന്നു. സത്യം പറഞ്ഞാൽ 2 മണി എന്നുള്ളത് 2:30 വരെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മണ്ണുത്തിയിൽ കൊണ്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊറിയർ ചെയ്യാനേ പറ്റുള്ളൂ. കൊറിയർ 7 മണി തൊട്ട് 9 മണി വരെ നമുക്ക് ചെയ്യാം. 7 മണിക്ക് ഇവിടെയും കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെയും പറ്റിയില്ലെങ്കിൽ നമുക്ക് 9 മണിക്ക് ഇതിൻ്റെ ഹെഡ് ഓഫീസിൽ കൊണ്ട് കൊടുത്താൽ മതി. പക്ഷേ നമുക്കത് ഇരട്ടി ബുദ്ധിമുട്ടാണ്. റിസീവ് ചെയ്യണവർക്ക് അത് പോയി റിസീവ് ചെയ്യണം. മറ്റേ DTDC ഒക്കെ ആകുമ്പോൾ, പോസ്റ്റ് ആകുമ്പോൾ എല്ലാവരുടെയും വീടുകളിൽ കൊണ്ട് എത്തിക്കും. അതുപോലെ ചാർജും കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും വീട്ടിലേക്ക് എത്തിക്കുന്നത് കൊണ്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ പോസ്റ്റ് 2 മണിക്ക് വരുള്ളൂ. 2:30 വരെ ആണെങ്കിൽ മണ്ണൂത്തിയിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അതും പെൻഡിങ്ങിലായി, നാളേക്ക് വെച്ചു. പിന്നെ എല്ലാവർക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സംഭവം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണം എന്നല്ലേ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലേറ്റ് ചെയ്തത് ഉണ്ടാവില്ല, നമ്മൾ ഓർഡർ അനുസരിച്ചാൽ പ്ലേറ്റ് ചെയ്യുക. പക്ഷേ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് പ്ലേറ്റ് ചെയ്തിട്ടാണ് വെച്ചത്. കാരണം നാളേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം വൈകും. വ്യാഴാഴ്ച അയച്ച സാധനങ്ങൾ ഇന്നാണ് കിട്ടിയത്. സാധാരണ പിറ്റേ ദിവസം കിട്ടാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം 3-ാമത്തെ ദിവസമാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ സാധാരണ 3 വർക്കിംഗ് ഡേയ്സ് എന്നാണ് എല്ലാവരോടും പറയുക. എന്നാലും ഞാൻ താഴെ പറയും ഇല്ല ചിലപ്പോൾ നാളെ കിട്ടും കേട്ടോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആഗ്രഹമായി അയ്യോ പിറ്റേ ദിവസം കിട്ടുമല്ലോ എന്ന്. പക്ഷേ ഈ പ്രാവശ്യം 2 ദിവസം കഴിഞ്ഞിട്ട് തന്നെ കിട്ടണുള്ളൂ കേട്ടോ. എന്നാൽ പിറ്റേ ദിവസം കിട്ടണവരും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ ഡാഡി പറയായിരുന്നു പോസ്റ്റ് ഓഫീസിൽ ഇങ്ങനെ കുമിഞ്ഞ് കൂടിയിട്ടാണ് കിടക്കണ സാധനങ്ങൾ. ഈ കൊറിയർ മറ്റേ പാക്കിംഗ് ആയാലും ലെറ്റേഴ്സ് ആയാലും കവറുകളായാലും ഇഷ്ടം പോലെയാണ് കിടക്കണേന്ന് പറയായിരുന്നു. നമുക്ക് ഊഹിക്കാമല്ലോ, നമ്മൾ തന്നെ അയക്കുന്നത് നമുക്കറിയാം. അതുപോലെ എത്രയോ ആൾക്കാർ അയക്കിയിട്ടുണ്ടാവും, ഫാമിലികൾ എത്ര പേര് അയക്കിയിട്ടുണ്ടാവും. അങ്ങനെ എന്താ പറയുക, ഇന്നത്തെ ഒരു ദിവസവും അങ്ങോട്ട് ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ നാളെ തൊട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 10-10:30 അതിന് മുമ്പായിട്ട് എല്ലാതും അവസാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ ആ കിച്ചൺ എടുക്കുന്ന ആ ഒരു എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. കാരണം ആളവിടെ കിടക്കുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അത് ഭയങ്കര മോശമല്ലേ. ആളെന്താ വിചാരിക്കുക, ആളെ എടുക്കണമെന്ന് എനിക്ക് പറയാനും പറ്റണില്ല ഇത് ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.